ചുള്ളൻ മാഷിന്റെ പത്രക്കാരി പെണ്ണ്. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കൃത്യം 4:30 മണിയായപ്പോൾ മകൾ പ്രിയയുടെ റൂമിനുള്ളിൽ നിന്ന് അലാറടിക്കുന്ന രാഘവൻ കേട്ടു. കുറെ വർഷക്കാലം എന്നും താനായിരുന്നു ഈ സമയത്ത് അലാറം വെച്ച് ഉണർന്നിരുന്നത്. ആ നശിച്ച അപകടത്തിന് ശേഷം കിടപ്പിലായ തന്റെ ജോലി ഇപ്പോൾ ഈ പാവം മോളാണ് ചെയ്യുന്നത്. പ്രിയ ഉണർന്നു. അലാം ഓഫ് ചെയ്തു. ആൾ ഫ്രഷായി ആളുടെ റൂമിന് വെളിയിൽ ഇറങ്ങി. വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് സിറ്റ് ഔട്ടിലെ കസേരയിൽ നിന്ന് ഗേറ്റിലേക്ക് കണ്ണു നട്ട് നോക്കിയിരിപ്പായി. ഇപ്പോൾ പത്രക്കെട്ടുകളുമായി പഴയ മെറ്റഡോർ വാൻ വരും. ആ നാട്ടിൽ അറിയപ്പെടുന്ന പത്ര വിൽപ്പനക്കാരായിരുന്നു രാഘവൻ. ഇന്ത്യൻ എക്സ്പ്രസ്, ദി ഹിന്ദു, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം, ചന്ദ്രിക, അങ്ങനെ ആ നാട്ടുകാർക്ക് വേണ്ട പലതരം പത്രം വരുത്തിച്ച് ആ നാട്ടിൽ എല്ലായിടത്തും വിൽപ്പന ചെയ്ത് അതിന്റെ വരുമാനത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു രാഘവനും ഭാര്യ തങ്കമണിയും പിന്നെ ഏകമകൾ പ്രിയയും. പ്രിയയെ പഠിപ്പിച്ചിട്ട് ഒരു നിലയിലാക്കിയിട്ട് വേണം തനിക്ക് വിശ്രമിക്കാനെന്ന് കരുതിയതായിരുന്നു. ആ ദൗത്യത്തിന്റെ ഏകദേശം ഒരു 90% പൂർത്തിയാക്കി. പ്രിയ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പാണ് രാഘവന് വെളുപ്പിന് പത്രം വിൽക്കവേ രാഘവൻ സഞ്ചരിച്ച സൈക്കിളിൽ പാണ്ടി ലോറി തട്ടി പരിക്ക് പറ്റിയത്. തുടയിൽ നിന്നും നടുവിനൊക്കെ പൊട്ടലുണ്ട്. അതുകൊണ്ട് കുറെ നാളത്തെ ബെഡ് റെസ്റ്റ് വേണം. അച്ഛന്റെ കൂടെ കുഞ്ഞുനാളിലെ കുറെ പത്രങ്ങളൊക്കെ വിൽക്കാൻ സഹായിച്ചിരുന്ന പ്രിയക്ക് അച്ഛന്റെ ജോലി ഏറ്റെടുക്കാൻ മുതിർന്നപ്പോഴും മടിയൊന്നും ഉണ്ടായില്ല. അച്ഛന്റെ അസുഖം ഭേദമാവും വരെ താൻ അധ്വാനിച്ചേ പറ്റൂ എന്ന് അവൾക്കറിയാം. ഏജൻസി ഡീലർഷിപ്പ് കട്ടായാൽ പിന്നെ വീണ്ടും ലഭിക്കാൻ പാടാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവൾ പത്രക്കാരിയായത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്നു. 5-6 കെട്ടുകൾ പടപടാ എന്ന് ഗേറ്റിനരികിൽ വീഴുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നടന്നു. ഹോൺ മുഴക്കി അപ്പോഴേക്കും വാൻ അകന്നുപോയി. അവൾ പത്രക്കെട്ടുകൾ ഓരോന്നുമായി സിറ്റ് ഔട്ടിലേക്ക് നടന്നു. അതൊക്കെ അവരുടെ ടേബിൾ വെച്ചിട്ട് പൊട്ടിച്ച ഓരോ ഭാഗങ്ങളിലേക്കുള്ള പത്രങ്ങൾ തന്റെ സ്കൂട്ടറിൽ അടുക്കി വെച്ചു. പ്രിയക്ക് അച്ഛൻ സ്കൂട്ടർ വാങ്ങി നൽകിയിരുന്നു. പക്ഷേ രാഘവൻ സൈക്കിളിൽ സഞ്ചരിച്ചാണ് പത്രം വിൽക്കാറുള്ളത്. സ്കൂട്ടർ ഉള്ളതുകൊണ്ട് തന്നെ പ്രിയക്ക് അച്ഛനേക്കാളും അല്പം വേഗത്തിൽ പത്രങ്ങളൊക്കെ വിറ്റീർക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴേക്കും കൊച്ചുണ്ടാപ്രി സൈക്കിളുമായി വന്നു. എന്താടാ വൈകിയത്? ഏയ് ഞാൻ വൈകില്ലല്ലോ. ഇല്ലേ, ഞാൻ വരുമ്പോഴേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ? വാനിന്റെ അടുത്ത് നിന്ന് കെട്ടുകൾ പൊക്കിക്കൊണ്ടുവരാൻ നിനക്ക് മടിയായില്ലേ വൈകുന്നു? എന്റെ കൈ ദേ വേദനിക്കുന്നു. ആ പത്രക്കെട്ടുകളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുവന്നല്ലേ. പത്രത്തിന്റെ ചരട് പിടിച്ച കൈവിരലുകൾ ചുമന്ന് മരവിച്ചു പോയി. അവളത് അവനെ കാണിച്ചു. സോറി പ്രിയേച്ചി, ഇന്ന് അലാം ഓഫായി പോയി. ഇപ്പോഴും മരവിപ്പുണ്ടോ? ആ ഉണ്ട്. ഈ 3 വിരലിന്റെ അറ്റത്ത് സ്പർശിക്കുമ്പോൾ അറിയുന്നില്ല. അതിപ്പോ ശരിയായി തരാം. അവൻ പ്രിയയുടെ വലത് കൈയുടെ 3 വിരലിന്റെ ഏറ്റവും തന്റെ 2 കൈ കൊണ്ട് ശക്തിയായി തിരുമ്മി രക്തപ്രവാഹം നേരെയായി കൊടുത്തു. ഇപ്പൊ ശരിയായോ? മരവിപ്പോയോ? ശരിയായി. പിന്നെ പ്രിയേച്ചി, ചേച്ചി പത്രം കൊടുക്കുന്ന ഏരിയയുള്ള UP സ്കൂളിന്റെ തൊട്ടപ്പുറത്തുള്ള ആളില്ലാത്ത വീട്ടില് ഇനി തൊട്ട് പത്രം ഇടണം. അവിടെ ഒരു മാഷ് വാടക വന്നു. അയാൾ പത്രം വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നാളെ മുതൽ ഇട്ടു തുടങ്ങാന്ന്. ചേച്ചി ഒരു ഫോം കൂടി എടുത്തുകൊണ്ടോയിക്കോളൂ. പുതിയ വരിക്കാരനല്ലേ, ആഡ് ചെയ്തോളൂ. ശരി വെച്ചിണ്ടാപ്രി, അത് ഞാൻ നോക്കിക്കോളാം. അവൻ +1 പഠിക്കുന്ന പയ്യനാണ്. അവന് പുതുതായി നിയമിച്ചൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവൻ പത്രം വിൽക്കാൻ വരുമായിരുന്നു. അവന് വിൽക്കേണ്ട പത്രങ്ങളൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തി നൽകി അവനെ അയച്ച ശേഷം പ്രിയ ആ നാട്ടിലുള്ള പല ഭാഗങ്ങളിലും പോയി അവൾ എന്നെത്തും പോലെ പത്രം വിതരണം ചെയ്തു. ഒടുവിൽ കൊച്ചുണ്ടാപ്രി പറഞ്ഞ പോലെ ആ വീടിന് മുമ്പിലെത്തി. അവൾ ഗേറ്റ് തുറന്ന് അകത്ത് കടന്നു. ആരെയും കാണുന്നില്ലല്ലോ. അവൾ സിറ്റ് ഔട്ടിലെ ചുമരിലുള്ള കോളിംഗ് ബെല്ല് അമർത്തി. അല്പസമയത്തിനകം ഡോറിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തു വന്നു. അവൻ പ്രിയയെ കണ്ടു. എന്നിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു, ആരാ? സാർ, ഇവിടെ പത്രം വേണമെന്ന് പറഞ്ഞായിരുന്നോ? ആ, ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ് വേണം. പ്രിയ അതിന്റെ വരിസംഖ്യയും വരിക്കാർക്ക് പത്രം നൽകുന്ന കുറെ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു. കുഴപ്പമില്ല, എന്നൊരു വരിക്കാരനായി ചേർത്തോളൂ. പ്രിയ ഫോം കയ്യിലെടുത്തു. എന്താ സാറിന്റെ പേര്? ശിവപ്രസാദ്. ഞാനിവിടെ ഹൈസ്കൂളിൽ പുതുതായിട്ട് വന്ന മാഷ. കൂടാതെ ഫോൺ നമ്പരും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പ്രിയ ഫോം ഫില്ല് ചെയ്ത് അയാളെ വരിക്കാരനായി ചേർത്തു. ആൾ തന്റെ സ്കൂട്ടറിലെ പത്രക്കെട്ടുകൾക്കിടയിൽ നിന്നും അയാൾക്കുള്ള ആദ്യത്തെ പത്രം നൽകി. എന്താണ് ഈ പത്രക്കാരിയുടെ പേര്? എൻ്റെ പേര് പ്രിയ. ഡിഗ്രി BSc ഫൈനൽ ഇയർ പഠിക്കുക. ആണോ? എന്നിട്ട് ഈ പത്രക്കാരിയുടെ വേഷം? തൊഴിലേതായാലും ഞാൻ അഭിമാനത്തോടെ ചെയ്യുന്നു. അത് ശരിയാ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, ശിവപ്രസാദ് മാഷിന് കൺഫ്യൂഷൻ ആവണ്ട. എൻ്റെ അച്ഛനാണ് പത്ര ഏജന്റ്, രാഘവൻ നായർ. അച്ഛനിപ്പോൾ ആക്സിഡന്റ് പറ്റി ചികിത്സയില്ല, ഓർത്തോഗ്രാഫായി കിടപ്പില്ല. ഓ സോറി, ഞാനിവിടെ പുതിയതാണല്ലോ, ഒന്നും അറിഞ്ഞില്ല. ശിവപ്രസാദ് ഒരു സാധാരണത്തോടെ പറഞ്ഞു. സാറ് പറ്റുമെങ്കിൽ ഗേറ്റിന്റെ ഡോറിൽ പേപ്പർ ബോക്സ് സ്ഥാപിക്കുമോ? ഇപ്രാവശ്യത്തെ പത്രങ്ങൾ തരുന്ന ഞങ്ങളുടെ ഫ്രീ ബോക്സ് ഒക്കെ തീർന്നു. കുഴപ്പമില്ല. പ്രിയ ഏത് സമയത്ത് വരിക? ഞാനിതുവഴി വരിക. പത്രങ്ങളൊക്കെ തിരിച്ചു നൽകി പോരുന്ന വഴിയാ. ഒരു 6-6:30 ആവും. കുഴപ്പമില്ല, അപ്പോൾ മതി. ഞാനൊരു മടിയനാ. വെളുപ്പിനെ ഉണരുന്ന ശീലമൊന്നുമില്ല. ഏതായാലും 6:30 ആകുമ്പോൾ എഴുന്നേൽക്കും. അത് ഞാൻ ഉണരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ സീറ്റ് ഔട്ടിൽ പത്രം ഇട്ടേക്കാം. ഓ, അത് മതി. ഓക്കെ സാർ, ഞാൻ പോകുന്നു. നേരം വൈകുന്നുണ്ട്. ഇനി ക്ലാസ്സിന് പോയിരിക്കണ്ടല്ലേ, സമയങ്ങളുണ്ട. പൊക്കോ. ശിവപ്രസാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ സന്തോഷത്തോടെ സ്കൂളിൽ കയറി പോകുമ്പോൾ ശിവപ്രസാദിനെ ഒന്നുകൂടി നോക്കി. ശിവപ്രസാദ് കൈപ്പൊക്കി കാണിച്ച് ബൈ പറഞ്ഞു. സ്ഥലം മാറിപ്പോയ മലയാള മാഷിന് പകരം വന്ന ശിവപ്രസാദ് മാഷെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി.
ഓഫീസ് റൂമിൽ സ്ഥാപിച്ച ബോർഡിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരുകൾക്കിടയിൽ പ്രിയ രാഘവൻ എന്ന പേര് കണ്ടപ്പോൾ മാഷ് അതേക്കുറിച്ച് അന്വേഷിച്ചു. നമ്മുടെ പത്രക്കാരി പ്രിയ തന്നെയായിരുന്ന കുട്ടിയെന്ന് മാഷ് അറിഞ്ഞു. ശിവപ്രസാദ് മാസ്റ്റർക്ക് അവളോടുള്ള സഹതാപം വർദ്ധിച്ചു. പാവം കുട്ടിയാണ്, ഈ പ്രായത്തിൽ എത്രമാത്രം കഷ്ടപ്പെടുന്നു. അന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി ടൗണിൽ പോയ ശിവപ്രസാദ് മാഷ് കോളേജ് കഴിഞ്ഞ് കൂട്ടുകാരികളുടെ കൂടെ നടന്നു വരുന്ന പ്രിയയെ കണ്ടു. മാഷെ കണ്ട് പ്രിയ കൂട്ടുകാരികളുടെ ഇടയിൽ നിന്ന് മാറി വന്ന അയാളോട് സംസാരിച്ചു. കുറച്ചു നേരം നീണ്ടുനിന്ന സൗഹൃദ സംഭാഷണത്തിനൊടുവിൽ പ്രിയ കൂട്ടുകാരികളുടെ കൂടെ നടന്നുപോയി. നടന്നു പോകുന്ന അവളെ മാഷ് ശ്രദ്ധിച്ചു. കൂട്ടുകാരികളൊക്കെ ഹൈടെക് വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. നിറമങ്ങിയ ചുരിദാറും ഷോളും ഒക്കെ പ്രിയെ കണ്ടപ്പോൾ മാഷിന് സങ്കടമായി. അവളുടെ കൂടെ നടന്നു പോകുന്ന കൂട്ടുകാരികളെക്കാൾ അവൾ ദിനം പ്രതി അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ടും ആ കിട്ടുന്ന കാശൊക്കെ അച്ഛന്റെ മരുന്നിനു വേണ്ടി ചെലവഴിക്കുകയാണ് പാവം. അതാണ് കോളേജിൽ പോകുമ്പോൾ പോലും ഒരു നല്ല വസ്ത്രം ഇടാനാവാതെ കഷ്ടപ്പെടുന്നത്. ഒരു ദിവസം ശിവപ്രസാദ് മാഷിന് പ്രിയയുടെ വീട്ടിൽ ചെന്ന് സുഖമില്ലാതെ കിടപ്പിലായ അവളുടെ അച്ഛനെ കാണുമെന്ന് തോന്നി. അന്ന് വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന വഴി ശിവപ്രസാദ് മാഷ് പ്രിയയുടെ വീട്ടിൽ ചെന്നു. പ്രിയ കോളേജിൽ നിന്ന് എത്തിയിട്ടില്ല. പ്രിയയുടെ അമ്മ മാഷ് സ്വീകരിച്ച് ഭർത്താവ് എടുക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. ബെഡിൽ കിടക്കുകയായിരുന്നു രാഘവൻ. അപ്പോൾ തന്നെ കാണാൻ ആരോ വന്നതാണെന്ന് രാഘവന് മനസ്സിലായി. ഇരിക്കെ. രാഘവൻ ഒരു കൈ കൊണ്ട് മാഷിന് ഇരിക്കാൻ വേണ്ടി സമീപത്തുണ്ടായിരുന്ന സ്റ്റൂള് നീക്കിയിട്ടു. ശിവപ്രസാദ് മാഷ് രാഘവന്റെ സമീപത്തിരുന്നു. ആരാ? രാഘവന് ആളെ മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചിട്ട് മാഷെ നോക്കി. ഞാൻ നിങ്ങളുടെ ഒരു പത്രവരിക്കാരനാണ്. കൂടാതെ കൊടുത്ത ഹൈസ്കൂളിൽ മലയാളം പഠിപ്പിക്കാനായിട്ട് വന്ന മാഷാണ്. ഓ, മനസ്സിലായി. പ്രിയമോള് പറഞ്ഞായിരുന്നേ. പ്രിയ പറഞ്ഞിരുന്നു അച്ഛൻ ആക്സിഡന്റായി കിടപ്പിലാണെന്ന്. ഒന്ന് കാണണം തോന്നി, അങ്ങനെ വന്നാ. അതിനെന്താ, സന്തോഷം. അവരങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. നേരം കുറച്ച് കടന്നുപോയി. രാഘവന്റെ ഭാര്യ നൽകിയ ഒരു കപ്പ് കാപ്പിയും കുടിച്ച് മാഷ് പോവാനിറങ്ങിയായിരുന്നു. അപ്പോഴാണ് കോളേജ് വിട്ട് പ്രിയ കടന്നു വന്നത്. ഓ, ശിവപ്രസാദ് മാഷോ? ആ, അച്ഛനെ കണ്ടിട്ട് വന്ന് ഇരുന്ന് കയറിയതാ. പ്രിയക്ക് സന്തോഷമായി. രാഘവേട്ടാ, ഞാനൊരു പദ്ധതി ആലോചിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ വരാം ഈ വീട്ടിൽ. ശിവപ്രസാദ് മാഷ് രാഘവനെ നോക്കി പറഞ്ഞു. ആർക്കൊന്നും മനസ്സിലായില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിവപ്രസാദ് മാഷ് ഇറങ്ങി. പ്രിയയുടെ പത്രവും കാത്ത് കയ്യിലൊരു കട്ടൻ ചായയുമായി ശിവപ്രസാദ് മാഷ് എന്നും സീറ്റോടുള്ള അവളെയും പ്രതീക്ഷിച്ചിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് കാണും ശിവപ്രസാദ് മാഷ് ഹൈസ്കൂളിലെ PTA മീറ്റിംഗിനിടയിൽ ഒരു കാര്യം ഉന്നയിച്ചു. നമ്മുടെ സ്കൂളിൽ SSLC പഠിക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടിയായിരുന്നു പ്രിയ. അന്ന് അവൾ അനുമോദിച്ച് പറഞ്ഞയച്ച് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിയോ. അവളുടെ കുടുംബത്തിന്റെ അത്താണിയായ അവളുടെ അച്ഛൻ ഇന്ന് കിടപ്പിലാണ്. ഇന്ന് ആ കുട്ടി പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഈ നാട്ടിലെ വീടുകളിലും കാണുന്ന കവലകളിലും പത്രം വിറ്റുകൊണ്ടാണ് അവൾ ജീവിക്കുന്നത്. അവൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവൾക്ക് സ്വന്തമായിട്ട് അത് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. അവരുടെ അച്ഛൻ്റെ മരുന്നിനും മറ്റുമാണ് കാശ് ചെലവാകുന്നത്. ഇന്ന് നാടുകളിൽ അസുഖം ബാധിച്ചെടുക്കുന്ന പലരെയും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചികിത്സാ ഫണ്ട് ഉണ്ടാക്കി അവരുടെ അച്ഛന് മരുന്ന് നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അവളുടെ അധ്വാനത്തിന്റെ പൈസ ഉണ്ടെങ്കിലും അവൾക്ക് നന്നായി പഠിച്ച് ജീവിക്കാൻ സാധിക്കുമല്ലോ. പിന്നെയും കുറെ കൂടി പറഞ്ഞ് ശിവപ്രസാദ് ആവശ്യം അറിയിച്ചു. അതൊരു നല്ല ആശയമാണ്, നല്ലൊരു കാര്യമാണ്. എല്ലാവരും മാഷ് പിന്താങ്ങി സംസാരിച്ചു. ഒടുവിൽ രാഘവന് ചികിത്സാ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു. ശിവപ്രസാദ് മാഷ് അതിനുവേണ്ടി നിയോഗിച്ചു. വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു തുക പിരിഞ്ഞു കിട്ടി. ഒടുവിൽ PTA പ്രസിഡന്റിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ആ തുക വീട്ടിൽ ചെന്ന് രാഘവന് കൈമാറി. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ പദ്ധതി. പോരാ നേരം ശിവപ്രസാദ് മാഷി രാഘവനോടും ഭാര്യയോടും പ്രിയയോടും കൂടി പറഞ്ഞു. പ്രിയ ശിവപ്രസാദ് മാഷിനെ സ്നേഹപൂർവ്വം നോക്കി. എന്തൊരു സ്നേഹമുള്ള മനുഷ്യനാണ് ഇയാൾ. തന്നോടും തന്റെ കുടുംബത്തോട് എന്തൊരു കരുണയാണ്. പ്രിയയുടെ കണ്ണുകളിലെ നന്ദി മാഷി ഒരിക്കലും മറക്കില്ല. ദിവസങ്ങൾ കടന്നുപോയി. പതിവ് പോലെ വർഷകാലം ആരംഭിച്ചു. ഒരു ദിവസം രാവിലെ നല്ല മഴയുള്ള സമയം പ്രിയ മാഷിന് നൽകേണ്ട പത്രവുമായി അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലെത്തി. വാതിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മാഷ് പുറത്തു പോയിരുന്നു. പതിവ് പോലെ സിറ്റ് ഔട്ടിലിട്ടാൽ പത്രം നനഞ്ഞുതിരുന്ന ഒന്നിനും കൊള്ളില്ല. പക്ഷേ മാഷകത്തുണ്ടാവുന്ന കരുതി പ്രിയ കോളിംഗ് ബെൽ അടിച്ചു. അപ്രതീക്ഷിതമായ സ്വിച്ചിൽ നിന്ന് അവൾക്ക് ഷോക്ക് അടിച്ചു. ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അവൾ ഭയന്ന് പിന്നോക്കം ചാടി. തറയിൽ മഴവെള്ളത്തിന്റെ നല്ല വഴുതലുണ്ടായിരുന്നു. അതിൽ കാല് രണ്ട് സ്ലിപ്പായി. അവൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വീണു. കൃത്യം ആ സമയത്താണ് ശിവപ്രസാദ് മാഷ് ആ കുടയും പിടിച്ച് ഗേറ്റ് കടന്നു വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക് വീഴുന്ന പ്രിയയെ കണ്ട് മാഷ് ഓടിയെത്തി. അപ്പോഴേക്ക് അവൾ മുറ്റത്തുള്ള ചെളിവെള്ളത്തിലേക്ക് മറിഞ്ഞു വീണിരുന്നു. സ്വയം എഴുന്നേൽക്കാൻ പറ്റാത്ത അവളെ മാഷ് ഓടി വന്ന് ഇരുകൈകളിൽ നിന്നും താങ്ങിയെടുത്തു. കോരിച്ചൊരിയുന്ന ആ മഴയത്ത് നിന്നും വേഗം സിറ്റ് ഔട്ടിലേക്ക് കയറി. പ്രിയയെ നിലത്തുയർത്താൻ ശ്രമിച്ചപ്പോൾ വേദന കാരണം അവൾക്ക് വയ്യ. കാല് രണ്ടും തറയിൽ കുത്താൻ. മാഷ് ഉടനെ ഒരു കൈ കൊണ്ട് ഡോർ തുറന്നു. വീണ്ടും പ്രിയയെ താങ്ങിയെടുത്ത് വേഗം മുറിയിലെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി. വസ്ത്രങ്ങളൊക്കെ ചെളിയിൽ കുതിർന്നിരിക്കുന്നു. കാലിന്റെ ഇരുമുട്ടിലും പരിക്കുണ്ട്. അവിടെ നിന്ന് ചെറുതായി ചോരോടിയുന്നു. ശിവപ്രസാദ് മാഷ് വേഗം അലമാര തുറന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നു. വെളുത്ത ഫ്രോക്കായിരുന്നു പ്രിയ ധരിച്ചിരുന്നത്. കട്ടിലിരുന്ന് അവളോട് മാഷി രണ്ടു കാലം നീട്ടിവെക്കാൻ പറഞ്ഞു. അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അവൾ തന്റെ രണ്ടു കാലം ബെഡിൽ കയറ്റി ചേർത്ത് വെച്ചു. ശിവപ്രസാദ് മാഷ് ഡെറ്റോളിൽ മുക്കിയ പഞ്ഞി കൊണ്ട് മുറിവുകൾ തുടച്ചപ്പോൾ പ്രിയ ഒന്ന് പുളഞ്ഞു. അയ്യോ, നേർന്നു മാഷേ. നേരിട്ട് കുട്ടി, ചെളിയിലുള്ള അണുക്കളൊക്കെ ഇതിനെ വ്രണാക്കി മാറ്റും.
ഇതാണ് നാശിനിയാ, ഇതാകുമ്പോൾ കരിഞ്ഞോളും. ശേഷം മരുന്ന് ഉരുട്ടി മുറിവുകൾ കോട്ടൺ തുണി കൊണ്ട് കെട്ടി. കൈമുട്ടുകൾ പരിശോധിച്ചപ്പോൾ രണ്ടിലും വേദനയുണ്ട്. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തന്നെ പരിചരിക്കുന്ന മാഷെ അവൾ ഇമോട്ടാ നോക്കി നിന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുറച്ചു നേരം മാഷ് അരികിൽ തന്നെ ഇരുന്നു. അവളുടെ വസ്ത്രങ്ങളിൽ പറ്റിയ ചെളിയൊക്കെ മാഷ് ഒരു ടവൽ കൊടുത്ത് തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞു. പ്രിയ അവൾക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ദേഹത്തുള്ള ചെളിവെള്ളം തുടച്ചു മാറ്റി. പ്രിയക്കൽപ്പം സുഖം തോന്നിയപ്പോൾ അവൾ പതുക്കെ യാത്ര പറഞ്ഞ് റൂമിൽ നിന്നിറങ്ങി ഫ്രണ്ട് ഡോർ തുറന്നു. അപ്പോഴാണ് മുറ്റത്ത് കൂടിയിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച്. കുട പിടിച്ചും അല്ലാതെയും കുറെ ആൾക്കാർ. ശിവപ്രസാദ് മാഷ് പ്രിയയെ താങ്ങിയെടുത്ത് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നതാണ് മാഷിന്റെ ക്വാർട്ടേഴ്സിന് തൊട്ട് സമീപമുള്ള വീടിന്റെ ബാൽക്കണിയിൽ വന്നിരിക്കെ അയൽക്കാരൻ തോമസ് കണ്ടത്. ഈ തോമസ് ആണ് ആ കോരിച്ചൊരിയുന്ന മഴയത്തും നാട്ടുകാരെ വിളിച്ചുകൂട്ടി അങ്ങോട്ട് വന്ന്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? വന്നുകൂടിയവരിൽ ഒരുവൻ ചോദിച്ചു. പുറത്തിറങ്ങി വരാൻ ശ്രമിക്കുന്ന പ്രിയയെ തടഞ്ഞുകൊണ്ട് ഒരുവൻ ചോദിച്ചു. വന്നപ്പോ തൊട്ടുണ്ടെന്നേ, ഞാൻ ഇവരുടെ കലാപരിപാടികൾ എപ്പോഴും കാണുന്നല്ലേ? തോമസ് സാക്ഷ്യം പറഞ്ഞു. അത് കേട്ട് പ്രിയ ഞെട്ടിപ്പോയി. താനിയുടെ വഴുതി വീണപ്പോൾ മാഷ് സഹായിച്ചാണെന്ന് പറഞ്ഞിട്ടൊന്നും അവർ വിശ്വസിച്ചില്ല. മഴക്കാലല്ലേ, ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, ആർക്കറിയാം. ആൾക്കാർ കാണാൻ അതിനകത്ത് കയറി കൂടിയാ ഒരു മനുഷ്യന് പോലും സംശയം തോന്നില്ലല്ലോ. പുറത്ത് മഴ തിമിർത്ത് പെയ്യുകയല്ലേ. തോമസ് കണ്ടോണ്ട് പറഞ്ഞു, വേറൊരുത്തം പറഞ്ഞു. അത് കേട്ടോടുകൂടി പ്രിയ കരച്ചിൽ വന്നു. ആ സമയം ശിവപ്രസാദ് മാഷ് അങ്ങോട്ട് വന്നു. പ്രിയയെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ വെറുതെ സംശയിക്കേണ്ട കൂട്ടരെ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോളിംഗ് ബില്ലും തൊട്ട് നോക്കൂ. അതിൽ തൊട്ടപ്പോൾ ഷോക്കേറ്റ് അവൾ തെറിച്ചു വീണതാ. ഞാൻ രാവിലെ തന്നെ പാൽ വാങ്ങിക്കാൻ പോയതായിരുന്നു. ഗേറ്റ് തുറന്നു വരുമ്പോഴാണ് അവൾ തെറിച്ചു വീഴുന്നത് കണ്ടത്. ചെളി കാരണം വസ്ത്രങ്ങളൊക്കെ തുടച്ചു വൃത്തിയാക്കി. മുറിവിന് മരുന്ന് വെച്ചെന്നല്ലാണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അപ്പോഴാണ് എല്ലാവരോടെ രണ്ട് കാലിൽ മുറികൾ വെച്ചിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അതോടുകൂടി സംഭവം സത്യമാണെന്ന് മനസ്സിലായി. ഒരുവൻ കോളിംഗ് ബെല്ലിൽ തൊട്ടപ്പോൾ അവന് ഷോക്കേറ്റതോടെ തലയിലുണ്ടായിരുന്ന അവന്റെ സംശയത്തിന്റെ അവസാനത്തെ കിളിയും പറന്നുപോയി. എല്ലാവരും പിരിഞ്ഞു പോകും മുമ്പേ പ്രിയ വീതുമ്പിക്കൊണ്ട് വേഗം അവരുടെ സ്കൂട്ടിൽ കയറിപ്പോയി. പക്ഷെ ഒരു ക്ഷമാപണം പോലും പറയാതെ തോമസും കൂട്ടരും ജാളിതയോടെ നടന്നീങ്ങുന്നത് ശിവപ്രസാദ് മാഷ് ഒരു പുച്ഛത്തോടെ നോക്കി നിന്നു. ആൾക്കാരൊക്കെ പോയിട്ടും ശിവപ്രസാദ് മാഷ് അവിടെ തറഞ്ഞു നിന്ന് പോയി. അയാളുടെ മനസ്സിൽ കരഞ്ഞുകൊണ്ട് സ്കൂട്ടർ ഓടിച്ചു പോയ പ്രിയയാണ്. അവൾ പോയി വല്ല കടുങ്കയും ചെയ്യുമോ? ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ചെറുത്തിൽക്കണമെന്ന് അവൾക്ക് അറിയുമോ എന്തോ. മാഷിന്റെ ഉള്ളിൽ ആധി നിറഞ്ഞു. സങ്കടത്തോടെയാണ് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ചു വന്നെങ്കിലും വന്നുകൂടി അവർ സത്യാവസ്ഥ മനസ്സിലാക്കിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടൊന്നും പറഞ്ഞു വരത്തില്ലെന്നൊരു വിശ്വാസം അവൾക്കുണ്ട്. ഇനിയൊരു പക്ഷേ തന്നെയും മാഷിനെയും ചേർത്ത് അപവാദം പറഞ്ഞു വരുത്തിയാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നോ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ നിമിഷം മുതലാണ് ശിവപ്രസാദ് മാഷുള്ള അവളുടെ മനോഭാവം മാറിയത്. ബഹുമാനത്തിൽ നിന്ന് തുടങ്ങിയ ആ വികാരം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. ആൾ വീട്ടിൽ ചെന്ന ആത്മധൈര്യത്തോടുകൂടി മാഷിന്റെ ക്വാർട്ടേഴ്സിൽ ചേർന്ന സംഭവങ്ങളൊക്കെ വള്ളി തെറ്റാതെ അച്ഛനമ്മമാരോട് പറഞ്ഞു. കൂടാതെ തങ്ങളെ സംശയിച്ചു വന്നവർ അവസാനം ചൂളിപ്പോയ കാര്യം പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞെങ്കിലും ആ അച്ഛനമ്മമാരുടെ ഉള്ളിൽ ആദ്യമായിരുന്നു. നാളെ തൊട്ട് എന്തായിരിക്കും തന്റെ മകളെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞു വരുത്തുക എന്നതൊരു പിടിയുമില്ല. അതേസമയം ശിവപ്രസാദ് മാഷ് തന്റെ ഫോണിൽ നിന്നും പ്രിയയുടെ നമ്പർ തപ്പിയെടുത്ത് ഡയൽ ചെയ്തു. തന്റെ ഫോണിൽ ശിവപ്രസാദിന്റെ കോൾ വരുന്നുണ്ട്. പ്രിയ ഒരു നിമിഷം അന്തിച്ചു. പിന്നെ ആത്മധൈര്യം വീണ്ടെടുത്ത് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ആ പിന്നെ പ്രിയ, നീ ഓക്കെ അല്ലേ? ആണ് മാഷെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അമ്മയും കൂട്ടി പോയിക്കോ. ഏയ് വേണ്ട, അതിപ്പോ തന്നെ പോയി. ഇത്ര പെട്ടെന്ന് മുറിവൊക്കെ പോയെന്നോ? മാഷയിലെ മരുന്ന് പുരട്ടിയത് എങ്ങനെ അറിയാതിരിക്കും? പിന്നെ പ്രിയ, നിനക്ക് വിഷമമുണ്ടോ അവിടെ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചില്ല? അവര് ചുമ്മാ സംശയിച്ചപ്പോ സങ്കടം തോന്നി. പിന്നെ അവർക്ക് സത്യം മനസ്സിലായല്ലോ. എന്നാലും എന്റെ അയൽപ്പക്കാരൻ തോമസ് ചേട്ടൻ മാതിരി കടുങ്കൈ ചെയ്യുന്നത് ഞാനൊരിക്കലും കരുതിയില്ല. അയാൾ വെറും വായി നോക്കിയാണെന്നേ. ഇനി അയാൾ എന്നെയും മാഷയും ചേർത്ത് അങ്ങനെ ഒരു അപവാദം പറഞ്ഞു വരുത്തുകയാണെങ്കിൽ പോലും ഞാൻ അതിന്റെ നിലപാടുകൊണ്ട് ശരിയാക്കി മാറ്റും. അതെങ്ങനെ പ്രിയേ? എനിക്ക് മാഷ ഇഷ്ടമാണെന്നും ഞങ്ങൾ പ്രണയത്തിലാണെന്നും ഞങ്ങൾ വിവാഹം കഴിക്കുകയാണെന്നും പറയും. ആണോ? സത്യമാണോ? പ്രിയന് ഇഷ്ടമാണോ? ആണ് മാഷെ, ഏട്ടൻ എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? 100 വട്ടം. എൻ്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? എനിക്കും അങ്ങനെ തോന്നിയാണ് പ്രിയേ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് കേട്ട മുതൽ. അങ്ങനെ ചുള്ള മാഷും പത്രക്കാരി പെണ്ണും പ്രണയത്തിലായി.